ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഹാൻസ് വേൾഡ്. അപ്പോൾ ഇന്ന് നയൻതാര ഇൻസ്പയർ ഐബ്രോ മേക്കപ്പ് ലുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 20 രൂപയുടെ ഒരു ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. ഈ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഈ ഐബ്രോസിനെ എങ്ങനെ നമുക്ക് ഒരു നയൻതാര ലുക്കിലേക്ക് കൊണ്ടുവരാമെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഐബ്രോ പെൻസിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഐബ്രോയുടെ മുകൾ ഭാഗവും താഴ്ഭാഗവും ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ലൈൻ ചെയ്ത് കൊടുത്ത ഐബ്രോസിനകഭാഗം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ ഐബ്രോ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഡാർക്ക് ഗ്രീൻ കളർ യൂസ് ചെയ്യാം. ഇതൊക്കെ ഐബ്രോസിനെ ഒന്നും കൂടി എടുത്ത് നിർത്താൻ നല്ല കളർ ഷെയ്ഡ്സാണ്. അപ്പോൾ നമുക്ക് ഏതാണോ കംഫർട്ട്, ബ്ലാക്ക് യൂസ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട്, അത് 20 രൂപയുടെ ഒരു ബ്രൗൺ ഷെയ്ഡ് പെൻസിൽ വെച്ചിട്ടാണ് ഞാനിവിടെ ആ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. എത്രമാത്രം ഡെഫിനറ്റായിട്ട് വരുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാനൊന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ ഐബ്രോസും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ സിമ്പിൾ പ്രൊസീജിയറാണ്. നമ്മൾ എന്താ പറയുക, ഫില്ല് ചെയ്ത് കൊടുക്കുക. മേൽഭാഗം ഐബ്രോസിൻ്റെ ആ ഒരു ഷേപ്പ്, ഡെഫിനിറ്റ് ഷേപ്പ് വരച്ചു കൊടുത്ത ശേഷം അതിനകം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നയൻതാര ഐബ്രോസ് എന്ന് പറയുമ്പോൾ എപ്പോഴും കുറച്ച് ഡാർക്കായിരിക്കും, അതുപോലെ തന്നെ ഡെഫിനറ്റായിട്ട് എടുത്തു നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു ലുക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാനാണ് ഞാനും ഇവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ 2 ഐബ്രോസും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഫിംഗർ ടിപ്പ് ഉപയോഗിച്ച് ജസ്റ്റ് അതിനെ ഒന്ന് ഷേപ്പ് വരുത്തുകയാണ്. അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, ആ ഒരു ഷേപ്പ്, എക്സാക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഭാഗത്തൊക്കെ കുറച്ചും കൂടി ഒന്ന് ഡാർക്കാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാനിങ്ങനെ 2 പിരുകവും എങ്ങനെയാണെന്ന് ഓക്കെയാണോ എന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ ഒരു ലുക്കിനെ ക്രിയേറ്റ് ചെയ്തു. ലാസ്റ്റ് ആ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ഒരു പൊട്ടും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്